യെസ് ഗൈസ്, ഞങ്ങളപ്പം നിങ്ങൾ ഒരുപാട് കാത്തിരുന്ന വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ കൊച്ചു വീട് ചെയ്യുമ്പോ നല്ല നീറ്റ് ആയിട്ട് ചെയ്യണം. അതുകൊണ്ട് ലൈറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയത് അത് പുതിയതാ. അതെ, ഒരു എസ്തെറ്റിക് വൈബിലാണ് ഞങ്ങൾ ബെഡ്റൂം ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ സിറ്റ് ഔട്ടിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഹോം ടൂർ കാണുന്നുണ്ടോ നിങ്ങൾ? മാളൂസ് ടോയ് റൂം കാണിച്ചിട്ടാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളത്. അത് ലാസ്റ്റ് കാണിച്ചെടുക്കല്ലേ? അതാണ് അതിന്റെ ഇത്. ഇല്ല, ബെഡ്റൂം, എന്റെ ബെഡ്റൂമാണ് ഞാൻ ലാസ്റ്റ് കാണിച്ചെടുക്കുന്നത്. ഞങ്ങളുടെ എല്ലാരും അപ്പൊ നമുക്ക് കണ്ടാലോ? പക്ഷെ എന്റെ ഒരു ഇഷ്ടത്തിന് അങ്ങ് ചെയ്യാൻ ഒരു വിട്ട് തന്നെ മമ്മ ഓരോ സാധനങ്ങൾ ഇനിയും വാങ്ങാൻ ഉള്ളതുകൊണ്ട് ഞങ്ങളൊന്നും തൊടാൻ സമ്മതിക്കില്ല ഗൈസ്. അതെ, ഇത് ഫുള്ള് വാങ്ങി സെറ്റ് ഇന്നലെ മുതൽ അതല്ല ഇവള് പറഞ്ഞ എന്താ പറയാ, സാധനങ്ങൾ ചിലതൊക്കെ വരും നമ്മള് വാങ്ങിച്ചേക്ക് ഇവിടെ ഉണ്ട്. ഇപ്പൊ പക്ഷെ വേറെ കുറച്ച് വരാനുണ്ട്. അകത്ത് കൂടെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചിരുത്തിയിരിക്കുകയായിരുന്നു. അത് എടുക്കരുത്, അത് ഹോം ടൂറിന് ശേഷം പറഞ്ഞിങ്ങനെ നമുക്ക് കണ്ടാലോ? ഗൈസ്, അപ്പോൾ പഴയ ഒരു വ്യൂ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഫസ്റ്റ്. അപ്പോഴാണ് ഞാൻ എന്തൊക്കെ മാറ്റങ്ങളിലൂടെ വരുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാണ് പഴയ ഒരു ഏരിയ. ഇത് ഹാള്, ഫസ്റ്റ് കാണിച്ച ബെഡ്റൂം, പിന്നെ സിറ്റ് ഔട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് വേറൊരു ബെഡ്റൂം. ഇതൊക്കെ കട്ടിലൊക്കെ വരുന്നതിന് മുന്നേ ഇങ്ങനെ ചുമ്മാ ബെഡൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചൺ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മാളൂസിൻ്റെ ടോയ് റൂം കാണിക്കാം. ടോയ് റൂമിൽ ഫുള്ള് വലിച്ചിട്ട സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ കിച്ചൺ ഞാൻ അന്നേ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റത്തെ റൂമിൻ്റെ സ്ഥിതി. ഇനി ഞാനത് കംപ്ലീറ്റ് ആയിട്ട് മേക്ക് ഓവർ ചെയ്ത് നമ്മുടെ ഹോം ടൂർ കാണാം. മാളൂസിന്റെ വണ്ടികളൊക്കെ താഴെയാണ് ഉള്ളത് കേട്ടോ. സൈക്കിളും കാറും പിന്നെ ബൈക്ക്, പിന്നെ ഇവിടെ എങ്ങനെ കയറുമ്പോൾ ചെരുപ്പ് സ്റ്റാൻഡ് ഉണ്ട്. ചപ്പൽസൊക്കെ ഇവിടെ വെക്കാറ്. നമുക്ക് തുറന്നു നോക്കാം. ഷാനു തുറക്ക്. മാളു വെൽക്കം. അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഡൈനിങ് ആൻഡ് ലിവിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വീടുവാതിൽ തുറന്നപ്പോ തന്നെ മൊത്തത്തിൽ കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ. ഇരിക്കും. യെസ്, എല്ലാം ഷാനു സെറ്റ് ചെയ്താണ് കേട്ടോ. ഈ ഒരു കളർ തീം ഭയങ്കര വണ്ടറായിരിക്കും. അതെ, ഞാൻ ജിമ്മ് കഴിഞ്ഞിട്ട് പെട്ടെന്നാ വരുന്നത്. അപ്പത്തേക്കിനും അവള് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ വാതിൽ പറഞ്ഞ് കയറിയപ്പോ ഇതെന്താ സംഭവം. ഓരോ സമയത്ത് എത്തിയെങ്കിലും ഞാൻ മൊത്തം ഇങ്ങനെ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് എല്ലാം ഒന്നിച്ച് ഒരു ദിവസമാണ് സെറ്റ് ചെയ്തേ. അപ്പം നമ്മള് സോഫ, ഡൈനിങ്, കട്ടിലും ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഫാൻ ഇടണോ? അത് നന്നായിട്ട് ചൂട്. ഞാൻ എന്റെ സൗണ്ട് അവർക്ക് കേട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഫാൻ കുഴപ്പമില്ല, ഫാൻ ഇടുമ്പോഴാണ് ആ കാറ്റിൽ ഇതൊക്കെ ഇങ്ങനെ ഇളകിയിട്ട് ഭംഗി വരുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു കൊടുക്കട്ടെ ഷാനു. യെസ്, ഇതാ കണ്ടോളൂ. നോമ്പ് തുറ കഴിഞ്ഞ് ഇനി അടുത്ത നോമ്പ് ഇൻഷാ അല്ലാഹ്. പിന്നെ ആ സോഫ വേറെ ഒരു വെറൈറ്റി ഒക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ചു തരാം. അതെങ്ങനെ കാണിക്കുക? എടുത്തങ്ങോട്ട് മലത്തി അങ്ങോട്ട് അടിക്കും. മറ്റേ സിനിമയിൽ പറയുന്നത് അതും കൂടി ഇപ്പൊ കാണിക്കാം. ഇതെല്ലാം ഞങ്ങൾ നോക്കിയിട്ടാണ്. അതെ, പെട്ടെന്ന് സ്ഥലമില്ല. ഒക്കെ പറഞ്ഞുതരാം, കാണിച്ചു തരാം. 2 അല്ല 3 ബെഡ്റൂം ഉണ്ട്. പക്ഷെ അത് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആണ്. അതാ മാളൂട്ടി പണി തുടങ്ങി ഗൈസ്. മലത്തി അടിച്ചു. യെസ്, ഇപ്പൊ എന്തായി? ബെഡായി. അപ്പൊ ഇത് ബെഡായി. കണ്ടില്ലേ നിങ്ങള്? ആളോ അതെ, എന്നെ പോലത്തെ ഒരാൾക്ക് കിടക്കാം. അപ്പോ കുറച്ച് പണിയിലാണ്. ഇത് എത്രയേ ഉള്ളൂ പണി, വലിയ പണിയൊന്നുമില്ല. കഴിഞ്ഞു, പരിപാടിയായി. കർട്ടനൊക്കെ രസമല്ലേ ഗൈസ്? അതെ, പിന്നെ കർട്ടന്റെ മുകളില് ഇതുണ്ട്. ഇതെന്താ ഷാനു?
ഇവള് ഇതന്നെയാണ് ഗൈസ്. ഒന്ന് അനങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ ഇത് ഇളകാൻ പാടില്ല കേട്ടോ. അപ്പൊ നമ്മള് ഗസ്റ്റ് ഒക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്ന ഫസ്റ്റ് എന്താ കാണുന്നേ കേട്ടോ? ഇതാണ് ലാലേട്ടൻ. ഞങ്ങളെ ചില സ്പെഷ്യൽ മൊമെന്റ്സ്. അതെ, വിജയുടെ കൂടെയുള്ള ഫോട്ടോ കൂടെ വെക്കണമെന്നുണ്ട്, നമുക്ക് വെക്കാം. അതെ, അത് നമുക്കൊരു ഭയങ്കര ഒരു അടിപൊളി ചാൻസ് ആയിരുന്നു അത് വിജയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത്. അപ്പം ഇത് നമ്മുടെ രണ്ടും മൂബിക്കാക്ക് മോഹൻലാൽ ഫാനും ഞാൻ മമ്മൂക്ക ഫാനും രണ്ടാളുണ്ട്. ഒരേ ദിവസം ഒരേ സമയം ഒരേ ഡ്രസ്സിൽ മാളുവിന് രണ്ടുപേരുടെയും കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഞങ്ങൾ അടിയാണ്. അതെ, പിന്നെ മാളുവിന് കിട്ടിയ ഭയങ്കര ഒരു പ്രൊജക്റ്റ് ആണ് ഇത്. അതായത് എല്ലാ സിനിമയും അടിപൊളിയാണ് കേട്ടോ, പക്ഷെ ഇതിൽ മാളൂസ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ആ സെറ്റിൽ നിന്ന് വരുമ്പോ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. പിന്നെ ത്രൂ ഔട്ട് ഉള്ള ഒരു മൂവി ഇപ്പൊ വരുന്നുണ്ട്, അത് നിങ്ങളിപ്പോ വൈകാതെ നിങ്ങൾ കാണും. അതെ, ഇതിപ്പോ ഈ ഒരു സെറ്റ് ഒരു ഫാമിലി പോലെ ആയിരുന്നു നമുക്ക്. അപ്പം ആ ഒരു മെമ്മറീസ് എല്ലാം കൂടെ വരണം. ഇതെല്ലാം നമുക്ക് ഫെമിനോഗ്രഫി ക്രാഫ്റ്റ് തന്ന ഫ്രെയിംസ് ആണ് കേട്ടോ. എല്ലാം നമ്മളെ ഫോട്ടോ ഫ്രെയിംസ് എല്ലാം ഓൾമോസ്റ്റ്. ഇത് മാളൂസിന്റെ ഒരു ഫാൻ ഉണ്ട്, അൻസില. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് ആണ്. ആദ്യം മാളുവിന്റെ ഫാൻ ആയിരുന്നു. അപ്പൊ മാളുവിനെ കാണാനൊക്കെ വന്നിട്ടുണ്ട്. അതെ, പാലക്കാട് നിന്ന് വന്നായിരുന്നു. അൻസില തന്ന ഫ്രെയിം ആണ്. അന്ന് ഇത് തന്നെയാണ്. ഇപ്പോഴാണ് ഇതൊന്നും ഇങ്ങനെ വെക്കാൻ പറ്റിയത്. അതെ, പിന്നെ മാളുവിന് കിട്ടിയ കുറച്ച് ഞങ്ങളെ യൂട്യൂബ് പ്ലേ ബട്ടൺ ഉണ്ട്, സിൽവർ പ്ലേ ബട്ടൺ ഉണ്ട്. അത് നിങ്ങൾ തന്നത്, നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റ് ആണ്. പിന്നെ അവിടെ ഇവിടെ നമുക്ക് ഗോൾഡ് ഡയമണ്ട് ഒക്കെ വേണം. ഗോൾഡും ഡയമണ്ടും ഒക്കെ വേണം. അതെ, ബാക്കി കാണിച്ചു തരാണ്ട് ഒരുപാട്. കുറച്ച് സ്പേസും കൂടി ഞങ്ങൾക്ക് ബാക്കിയുണ്ട്, അത് ഞങ്ങൾക്ക് നടക്കണം. അതിന്റെ മെയിൻ ഉണ്ട് ബെസ്റ്റ് ഇതുണ്ടല്ലോ, ഇത് വെക്കണമെന്നുണ്ട് ഇവിടെ, പക്ഷെ ഇത് പീസ് ആയി പോയി ഗൈസ്. അത് ഞങ്ങള് ഒട്ടിക്കണം. ഇതിലേക്ക് ഇത് എന്റെ അമ്മ സൂപ്പർ പ്രോഗ്രാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൊമെന്റ് ആയിരുന്നു. പക്ഷെ ഇതിങ്ങനെ പൊട്ടല്ല, ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ വിട്ടു. അപ്പൊ ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. പിന്നെ ഖുർആനും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. മാളുവിന് അവളെ റൂം കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഞങ്ങളെ വീട് സെറ്റ് ചെയ്തത് മൊത്തം ഒരു ബ്ലൂ തീമിലാണ്. അപ്പൊ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അവളെന്നെ എല്ലാം കാണിച്ചു തരുന്നത് അവളെന്നെ. പിന്നെ വേറൊന്ന് പറയാനുള്ള എന്താ മാളു? അതെ, ബ്ലൂ തീമിൽ അവള് പറയാൻ വന്നത് ഇതാ, അവളെ ബ്ലൂ തീമിലുള്ള അവളെ പുതിയൊരു ഫ്രണ്ടാണ്. വീടിന് മാച്ച് ചെയ്യുന്ന പോലെയാണ് ഞങ്ങൾക്ക് വീടെടുത്തപ്പോ മീമിക്ക് ഒരു പുതിയ ബൗള് വാങ്ങി. പിന്നെ ഇവിടെ ഞാൻ ഈ ഫ്ലവർ ഞാൻ വിചാരിച്ചതേ ഓൺലൈനിൽ ഓർഡർ ചെയ്തപ്പോ ഇത് ഞാൻ വിചാരിച്ച ഇത്രയുണ്ടോ. അല്ല, അത് നമുക്ക് തെറ്റുപറ്റാം. ഞാൻ മെഷർമെന്റ് ഒന്നും നോക്കിയില്ല. ഓ, നിങ്ങളൊരു ആണോ? നിന്റെ ഫ്രണ്ടായില്ലേ? അനങ്ങിയ ഉച്ചയായോ രാവിലെ ആയോ രാത്രിയായോ അതിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിട്ട്. ഭക്ഷണം കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ എന്റെ കുട്ടി എന്താക്കും അറിയാം, അവള് കഴിക്കുന്ന ടൈമിനൊക്കെ അതിനും കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കും അല്ലേ. പിന്നെ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം, ഈ ഫൈറ്ററിന്റെ കൂടെ വേറെ ഒന്നിനെയും കൂടി വാങ്ങി ഇടാൻ പറ്റുമെന്ന് അല്ലേ മാളു? ഒരു കമ്പനിക്ക് ഒരാളെയും കൂടി കൊടുക്കണ്ടേ? അതെ, മീനിനൊരു പേര് ഇടണമെന്ന് എന്റെ കുട്ടിക്ക്. ഇത്രയും ദിവസമായിട്ട് കുറെ ദിവസമായി വാങ്ങിയിട്ട് കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങൾ ആരാണ് പേരിട്ടതെന്ന് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പറയാം. പിന്നെ ഇതുപോലെ അറിയുന്നവര് പറയണം, മീനിനൊന്നും കൂടി വാങ്ങിയിടാൻ വേണ്ടിട്ടായിരുന്നു ഞങ്ങൾക്ക്. അത് ഒറ്റയ്ക്കല്ല അല്ലേ ഷാനു? ഞങ്ങൾക്ക് അറിയില്ല അതിനെ പറ്റി. അപ്പൊ അറിയുന്നവര്, മീനിനെ പറ്റിയൊക്കെ അറിയുന്നവര് ഞങ്ങൾക്ക് കമന്റ് ചെയ്താ. ഞങ്ങൾ അതിൽ പറ്റിയൊരു പേര് കാണിച്ചു കൊടുത്തു. മാളു ഞാൻ കാണിച്ചു കൊടുക്കാം. ചേരുന്നൊരു പേര് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. ആരുടെ പേരാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്ന് നമ്മൾ പറയും. അതെ, നീളത്തിലുള്ളതായിരുന്നെങ്കിൽ പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു തോന്നുന്നു അല്ലേ. പിന്നെ അവിടെ ഒരു ആയത്ത് കുർസിന്റെ ഒരു ഇതുണ്ട്. അതെ, പിന്നെ ഈ ഇവിടെ ഒരു കർട്ടന്റെ തീം ഉണ്ട് അല്ലേ ഷാനു? കേറി വരുന്നുണ്ട്. പിന്നെ ഇനി എന്താ കാണിച്ചു കൊടുക്കാനുള്ളേ? ഓക്കെ, പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്നാ കഴിക്കാം. അതെ, ഞാൻ ടേബിൾ മാറ്റ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വിരിക്കുന്നതിന് പകരം ഇങ്ങനെ ഓർഡർ ചെയ്തു. ഇതെങ്ങനെയുണ്ട്? നൈസ് അല്ലേ? ഈ പ്രിന്റ് ഭയങ്കര ഇഷ്ടമായി. ലിച്ചൊക്കെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അവള് ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോ ഒറ്റ കളർ ആയിരിക്കും എല്ലാം, പക്ഷെ ഞാൻ ഫുൾ കളർഫുൾ. ലിച്ചു ഇങ്ങനെ പറയുന്നുണ്ട് എന്തൊക്കെ കളേഴ്സ് ആണ് ഇതിലുള്ള രീതിയിൽ. പിന്നെ മാളുവിന്റെ കുറച്ച് ട്രോഫികൾ ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. അത് ഹൈറ്റ് കൂടുതലുള്ള ട്രോഫി ഞങ്ങൾ അതെ അവിടെ വെച്ച് അവിടെ കേറാൻ
അവാർഡ്സിന്റെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതില്ല ഷാനു, ഇത് പറഞ്ഞു നീ. അതൊക്കെ എന്റെ വലിയ വലിയ ഡെക്കേഴ്സ് ആണ്. അതിനെ കുറിച്ച് വിവരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വലിയ വലിയ ചിത്രകാരന്മാര് വരച്ച പെയിന്റിംഗ്. അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ എന്ത് വിവരിക്കാൻ? ഇതിങ്ങനെ നിങ്ങൾ കാണാം, എൻജോയ് ചെയ്യാം. പിന്നെ എനിക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഒറിജിനൽ പ്ലാന്റ്സ് ഇഷ്ടമാണ്, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ആർട്ടിഫിഷ്യൽ അകത്ത് വെക്കുമ്പോൾ ഭയങ്കര മെയിൻ്റെനൻസ് ആണ്. പിന്നെ നമ്മൾ ഈ പ്രോഗ്രാമിനൊക്കെ കൂട്ടിയിട്ട് പോകുമ്പോഴൊക്കെ അത് നാശമായിരിക്കും. നമ്മള് വീടിന് മാച്ച് ചെയ്തിട്ടുള്ള സ്റ്റോൺസ് മോഷ്ടിച്ചോ? ഇവിടെയും സെയിം കർട്ടൻ ഉണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അവിടെ ഒന്നും കാണിക്കണം. ഇനി അങ്ങോട്ട് നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇരുന്ന ചെയർ കണ്ടില്ലേ? ആ ചെയർ ഇതേ കളറാണ് ഏകദേശം. അതുകൊണ്ട് എക്സ്ട്രാ രണ്ടുപേര് വന്നാലും ആ ചെയർ ഇട്ടാലും നല്ല മാച്ച് ആയിരുന്നു. ഞങ്ങളൊരു ചെറിയ ഫാമിലിയാണ്. പിന്നെ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സെറ്റ് ആക്കും. എളുപ്പമുള്ള ഡൈനിങ് ടേബിൾ ആണ് കേട്ടോ. അങ്ങനെ മരത്തിന്റെ അല്ലാത്തതുകൊണ്ട് മൂവി അടിച്ചു വരുമ്പോഴേക്കും മറ്റേ നാഗവല്ലിനെ പോലെ എടുത്തെറിയാൻ അത്രയും കൈ പിടിക്കാത്രേ ഉള്ളൂ. അപ്പൊ മാച്ച് ചെയ്തിട്ടുള്ള ജഗ് വാങ്ങിച്ചു. എല്ലാം ഈ ഒരു പീകോക്ക് ബ്ലൂ ഒരു കളർ തീമിലാണ്. അതെ, ഞാൻ പറഞ്ഞു ഈ പേപ്പറിലാക്കാം. ഈ വെള്ള ടേബിളിൽ എങ്ങാനും എന്തെങ്കിലും നിങ്ങളാക്കിയ ബെഡ്റൂംസ് കാണിക്കണ്ടേ? ഹാളൊന്ന് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഇവിടെ ഒരു ചുമ്മാ ഒരു ഭംഗിക്ക് ഇങ്ങനെ ഒരു ഡൈനിങ് ഏരിയയില് ലവ് യുവർ സെൽഫ്. സോ എല്ലാവരും നിങ്ങളെ തന്നെ സ്നേഹിക്കാം. ഓക്കെ, കൂട്ടത്തിൽ ഞങ്ങളെയും സ്നേഹിക്കാം. ഞങ്ങളെ ഫസ്റ്റ് ബെഡ്റൂം കാണിക്കാണ്. ഗസ്റ്റ് റൂം. നമ്മുടെ ഗസ്റ്റ് ഇപ്പൊ ഞങ്ങളെ ഗസ്റ്റ് ലിച്ചു ആണ്. അതെ, ഇപ്പൊ ലിച്ചുവിനും കൂടെ ഇഷ്ടമുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കമോൺ, ലൈറ്റ് ഇടാതെയാണ് രസം തോന്നുന്നു അല്ലേ? അല്ലല്ല, ലൈറ്റ് ഇട്ട് ലൈറ്റ് ഒരു വാം ലൈറ്റ് വേണമായിരുന്നു. ഇല്ല, രസമുണ്ട്, ഭംഗിയുണ്ട്. ഗസ്റ്റ് റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും എല്ലാവർക്കും ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ പല പല ഗസ്റ്റ് വരും. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവണമെങ്കിൽ നമ്മൾ പ്ലെയിൻ ആയിട്ട് കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും ചെയ്യാതെ ഫ്രീ ആയിട്ട് വിടാം റൂമിന്. പിന്നെ അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു ബ്രൗൺ ആൻഡ് ക്രീം കളർ. അത് എപ്പോഴും എല്ലാവർക്കും അങ്ങനെ ഒരു ഇഷ്ടം നോക്കേണ്ട ഒരു കളർ അല്ലല്ലോ. ഇതൊരു കോമൺ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയ ഒരു കളർ. പക്ഷെ ലിച്ചു ഇവിടെ ഇങ്ങനെ അവളുടെ ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇപ്പൊ അവൾക്ക് ഞാൻ ഈ റൂം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് റൂം അവള് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതൊക്കെ അവൾ തന്നെ വാങ്ങി സെറ്റ് ചെയ്താണ് കേട്ടോ, ചെരുപ്പും ഡ്രസ്സൊക്കെ ഇടാന്. പിന്നെ അത് തന്നെ, പിന്നെ എനിക്ക് വേണ്ടാത്ത പാവ ഒരു അലമുറയാണ് ഞാൻ ഇവിടെ തട്ടി. പക്ഷെ അതുകൊണ്ട് അവൾക്ക് അതൊരു ഉപകാരമായി. പിന്നെ വാഷ്റൂം മാറ്റ് ഉണ്ട് കണ്ടോ? പിന്നെ വാഷ്റൂം ഒന്നും കാണണ്ടല്ലോ. വാഷ്റൂം ഒന്നും കാണിച്ചു കൊടുത്തേ, തുറന്ന് ജസ്റ്റ്. യെസ്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഞങ്ങള് നേരെ പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. ഞങ്ങള് ഹാള് അത്യാവശ്യം നല്ല വലുപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് ഞങ്ങളെ ഹാള്. അടുത്തതാണ് അതാ കിച്ചൺ അല്ല, സമ്മതിക്കുന്നില്ല ഗൈസ്. അത് ഞങ്ങളെ ബെഡ്റൂം ആണ് കേട്ടോ. എന്തൊക്കെയാ ഷാനു ചുമരിൽ കൂടെ എന്തൊക്കെയോ ഉണ്ടല്ലോ. ഭയങ്കര ക്രിയേറ്റിവിറ്റി ആണ് ഗൈസ്. ഇതാണ്ടോ പച്ചപ്പ് വേണോ? എനിക്ക് 2 വാഴ ഉണ്ടെന്ന് കേട്ടാലോ. ഇപ്പൊ വാഴയല്ലേ കളിക്കുന്നത്? ഓഹോ, നമ്മളെ വാഴ ആക്കില്ലേ? അതെ, അതൊന്നും അവർക്കറിയാം. അതെ. അപ്പൊ അടുക്കളയിലേക്ക് കേറുന്നോട് തന്നെ ഷാനു ഇവിടെയാണ് മൊത്തം. ഇവിടെ ഇതെന്താ മല്ലിച്ചപ്പ് പുതിന ചപ്പോ? അല്ല, ഞാൻ വിചാരിച്ചേ ഇനിയിപ്പോ നേരെ എടുത്ത് കുപ്പിയിൽ വെച്ചാണ് ഇവിടെ ഇങ്ങനെ പറിച്ചിട്ട്. ഇത് ഒറിജിനൽ ആണല്ലോ. ഫ്രിഡ്ജിന്റെ മുകളിൽ എന്തൊക്കെയുണ്ടോ ഞാൻ പറയാം. ഓടാത്തൊരു ക്ലോക്ക്. എന്തിനാ? സമയം അറിയാതിരിക്കാനോ? ബാറ്ററി ഒക്കെ ഇടാൻ എനിക്ക് മടി. എനിക്ക് കാണാൻ ഭംഗി ഉണ്ടായാൽ മതി. സമയം അറിയാൻ ഫോണിൽ നോക്കും ഞാൻ. പിന്നെ ഇവിടെ ടിഷ്യൂ ഉണ്ട്. ഇതെനിക്ക് മസ്റ്റ് ആണ് കിച്ചണിൽ ടിഷ്യൂ. നല്ല ചൂടായതുകൊണ്ടല്ലേ? അല്ല, നമ്മള് ടിഷ്യൂ എനിക്ക് എപ്പോഴും യൂസ്ഫുൾ ആണ്. അത് ഞാൻ അറിയാതെ വാങ്ങിയപ്പോ എസ് കിട്ടിയതായിട്ട്. ഇതൊക്കെ ഓൾറെഡി പഴയ വീട്ടിലുണ്ടായിരുന്നതാണ്. എല്ലാം ഞാൻ പുതിയത് വാങ്ങിച്ചിരുന്നല്ല. പിന്നെ ഒരു ചെടി, ഇവിടെയൊക്കെ ഞാൻ പിന്നെ ഒറിജിനൽ ചെടികളാണ് വെച്ചിട്ടുള്ളത്. ഇത് പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഇത് കണ്ടോ, ഇതെനിക്ക് പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ ഇത് എഴുതി വെക്കാൻ. അത് എനിക്ക് ഒരു പാരയാണത് കണ്ടോ, പ്രസൻസിന്റെ പോലത്തെ ഒരു നോട്ട് പാഡ് ഇങ്ങനെ ഉണ്ട്. അതിങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാറിയാം, ഇങ്ങനെ ഇവിടെ ഒട്ടിക്കാം. കണ്ടോ, ഇങ്ങനെ ഒട്ടിച്ചേക്കാം.
പിന്നെ അതാ അപ്പൊ ഇത് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു സാധനം. പിന്നെ ഇവിടെ വാ ഉം. ഇവിടെ വന്നിട്ട് പിന്നെ ദേ ഇവിടെ ഇങ്ങനെ കുറച്ച് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുക്ക് ചെയ്യാൻ വീഡിയോ എടുക്കുമ്പോൾ അവിടെ ആയിരിക്കും ഫോൺ വെക്കുക. അവിടെ ഇങ്ങനെ അടുപ്പുണ്ട്, അപ്പൊ അവിടെ ഫോൺ വെക്കുമ്പോൾ ഈ കുക്കിംഗ് വീഡിയോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാണ് കാണുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് എഴുതിയത് എന്തൊക്കെയാന്ന് വെച്ചാൽ മീൽസ് ആൻഡ് മെമ്മറീസ് ആർ മെയ്ഡ് ഹിയർ. ഓക്കെ, അതിന്റെ അർത്ഥം കൂടി പറഞ്ഞു കൊടുക്കും. അതൊക്കെ എല്ലാവർക്കും അറിയാം. അല്ല എന്നെ പോലത്തെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ മീൽസ് എന്താ അറിയില്ലേ, മെമ്മറീസും എന്താ അറിയാം, അതൊക്കെ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. മീൽസും മെമ്മറീസും ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് കിച്ചൺ എന്ന് പറയുമ്പോൾ കുക്ക് ചെയ്യാനുള്ള മാത്രം ആവരുത്, അതാണ്. പിന്നെ ദ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഈസ് ഓൾവേസ് സീക്രട്ട് ഇൻഗ്രീഡിയന്റ് എന്താ എന്റെ ലവ്. ഞാൻ സ്നേഹത്തോടെ ഉണ്ടാക്കി തരുമ്പോ ടേസ്റ്റ് കൂടൂലേ, സ്നേഹമില്ലാണ്ട് ഉണ്ടാക്കി തരുമ്പോ രസം ഉണ്ടാവില്ല. സ്നേഹത്തോടെ വാർത്ത നല്ല ടേസ്റ്റാണ്. അതെ. പിന്നെ കിച്ചൺ ബ്രിങ് മറ്റേ ഡയലോഗ് പറയട്ടെ, സ്നേഹത്തോടെ കുറച്ച് ആട്ടും കാട്ടം എന്ന് പറഞ്ഞാൽ തത്തുന്നു. കിച്ചൺ ബ്രിങ്സ് ഫാമിലീസ് ടുഗദർ. അല്ലാതെ കിച്ചൺ എന്ന് പറഞ്ഞാൽ അമ്മേന്റെ മാത്രം അങ്ങനെയല്ല, ഫാമിലീസിനെ ഒന്നിച്ച് കൊണ്ടുവരണം എന്ന്. നീ എന്താ തലാത്തിനെ നിന്നോട് കൂടെ പറയുന്നേ കേട്ടോ. ഹെൽപ്പ് ചെയ്യാൻ വരും, മൂവിക്കാണെങ്കിൽ വരും. പിന്നെ ഇവിടെ ഫുൾ പച്ചപ്പാണ്, അങ്ങോട്ട് നോക്കിയാലും ഫുള്ള് പച്ചപ്പ്. അതെ, ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കുക്ക് ചെയ്യാം. ഓൾറെഡി ഞങ്ങൾ നെയ്ച്ചോറൊക്കെ വെച്ചിട്ടുണ്ട്, കറി വെക്കണം വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട്. പിന്നെ ഇത് രാവിലത്തെ മാളൂസിന്റെ കണ്ടോ ഹെൽത്തി ഫുഡ് ഫുള്ള് നല്ല സ്വീറ്റ് പൊട്ടറ്റോ എഗ് ഒക്കെ ഉണ്ട്. പക്ഷെ മാളു കഴിച്ചിട്ടില്ല, മാളൂനാണ് ഉണ്ടാക്കുന്നത്, അവള് കഴിച്ചിട്ടില്ല. എന്റെ സപ്ലിമെന്റ്സ് ഒക്കെ ഇത് ഈ കാണുന്നൊക്കെ ഇവന്റെ സപ്ലിമെന്റ്സിന്റെ കുപ്പികളാണ് ഇതൊക്കെ, കണ്ടോ. വേ പ്രോട്ടീൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ക്രിയാറ്റിൻ ഉണ്ട്, അങ്ങനൊക്കെ തന്നെ. പിന്നെ സപ്ലിമെന്റ്, പിന്നെ ഫിഷ് ഓയിൽ ഉണ്ട്, പിന്നെ മാളുവിന്റെ ഐറ്റംസ് ഇതാ. അപ്പൊ മാളൂസ് സ്കൂള് പൂട്ടിയും കൊണ്ട് ഇവിടെ മാളൂസിന്റെ മാത്രല്ല, ഇവിടെ മെയിൻ ആയിട്ട് എന്റെ കേക്ക് ബേക്കിംഗ് ഐറ്റംസ് ആണ്. ഞാനും മാളു ഇനി ഫുൾ വീടൊക്കെ മാറിയിട്ട് വേണം കേക്ക് ബേക്കിംഗ് തുടങ്ങാൻ. പുറത്തേക്ക് കൊടുക്കാനല്ല, ഞങ്ങൾക്ക് കഴിക്കാൻ. ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. മാളുവിന്റെ ബർത്ത്ഡേക്കൊക്കെ ഞാന് 2 കേക്ക് ഒക്കെ ഉണ്ടാക്കി, രാത്രി ഫുൾ ഇരുന്ന് റെയിൻബോ കേക്ക്, ബാബി കേക്ക് ഒക്കെ ഉണ്ടാക്കി. അപ്പം എനിക്ക് അതൊക്കെ പൊടിതട്ടി എടുക്കണമെന്നുണ്ട്. അപ്പം സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ വേണം അതിനൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഓൾറെഡി ഉള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴാണ് പുറത്തെടുത്ത് വെക്കാൻ പറ്റും. അതാണ് പൊടിയുന്നത്. പിന്നെ വാട്ടർ ബോട്ടിൽസ് ഇവിടെ ഉണ്ട്, ഇതെന്റെ ഷെയ്ക്കർ ഉണ്ട്, മാളുവിന്റെ ഇതുണ്ട്. അത് വേറൊരു മാളുവിനെ കാണുന്നുണ്ടോ നിങ്ങൾ എന്റെ ഷെയ്ക്കറിൽ? കേക്ക് ഡെക്കർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് പാത്രം കഴുകിയിട്ട് വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഇവിടെ വെച്ചു. പിന്നെ ഇവിടെ എന്താ ചവിട്ടി അവർക്ക് ഭയങ്കര ഇഷ്ടം. അത് ഫുൾ ഇങ്ങനെ ഇവിടെ കാണിച്ചെടുത്തത് നേരത്തെ കിച്ചണിൽ കയറുമ്പോ കണ്ടായിരുന്നോ? ആ മാറ്റ് ഞാൻ കിച്ചണിലേക്ക് ഇങ്ങനെ ഇവിടെ നമുക്ക് നീളത്തിലിടും. ഇവിടെ കിച്ചൺ മാറ്റ് ആയിട്ട് തന്നെ വാങ്ങിച്ചതാണിത്. ഇതൊക്കെ ചിലപ്പോ നിങ്ങൾ ഓൺലൈനിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇവിടെയും ഞാനിങ്ങനെ ചെടി വെച്ചിട്ടുണ്ട്. പച്ചപ്പ്. ഈ ഒരു കോർണർ ഇങ്ങനെ ഒരു വുഡൻ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്റെ കയ്യിലുള്ളതെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പണ്ട് GP വന്നപ്പോ ഒരു ഗിഫ്റ്റ് ഹാമ്പർ തന്ന കൊട്ടയാണ് കേട്ടോ. അത് ഞാൻ അങ്ങനെ എടുത്തു വെച്ച്. ഫ്രൂട്ട്സ് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാത്തത്, പഴം, മുസമ്പി ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റാത്തൊക്കെ ഇതിനകത്ത് വെക്കും. പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ ഇവിടെയൊക്കെ വെക്കാൻ പറ്റും പാത്രങ്ങള്, പക്ഷെ ഞാൻ വെക്കില്ല. കാരണം ഞാൻ ഒരു പാത്രം എടുക്കണമെങ്കിൽ ആരെ വിളിക്കണം, പിന്നെ എന്നെ വിളിക്കണം. അതുകൊണ്ട് എനിക്ക് എത്തുന്നിടത്ത് അതാ നല്ലത്. എനിക്കും നല്ലത് അതാണ്, നിനക്കും നല്ലത് അതാണ്. അപ്പൊ ഇവിടെ പക്ഷെ ഇതിനകത്ത് വെച്ചിട്ട് തന്നെ നിറഞ്ഞു, നമുക്ക് ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. പിന്നെ ഇവിടെ ഇങ്ങനെ കപ്പുകൾ, ജ്യൂസ് ഗ്ലാസ്, കോഫി കപ്പ്, ചായ കപ്പ്, എല്ലാ കപ്പ്, പിന്നെ മീൻചട്ടി, മീൻ മൺചട്ടി വെച്ചത് ഉണ്ടോ. പിന്നെ ഇത് എനിക്ക് റിൻസി വാങ്ങിച്ചു തന്ന കാസറോൾ. പിന്നെ ഞാന് വ്ളോഗിൽ കാണിക്കേണ്ടത് തോന്നുന്നു അല്ലേ. ഇപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ വിസിബിൾ ആയിട്ട് വെക്കാൻ പറ്റിയത്, കണ്ടോ. നല്ല രസമല്ലേ, ഒരു ബാസ്കറ്റ് പോലെ. ഇതാണ് വേസ്റ്റ് ബിൻ ഗായ്സ്. ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ടാൽ മതി. നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ എല്ലാം ഏകദേശം ഒരു മാച്ചിങ് ആയിട്ടാണ് ഒപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ പഴയതാണ്, ഇതൊന്നും കാണിക്കണ്ട, പോവാം. അപ്പൊ ഇനി അങ്ങനെ ഇവിടെ ഞങ്ങള് മാളുവിന്റെ ഏരിയയാണ് ഗൈസ്. ഇത് ബേക്കറി. ഇതൊക്കെ ഞാൻ ഇപ്പൊ തീർന്നു കഴിഞ്ഞു. ഇനി വാങ്ങിക്കില്ലേ, അല്ലെങ്കിൽ നമുക്ക് ഹെൽത്തി ഡയറ്റ് തുടങ്ങണം. പിന്നെ ചോക്കേഴ്സ് ഉണ്ട്, ഓട്സ് ഉണ്ട്, പിന്നെ ഇവിടെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഉള്ളത്. ഇതൊക്കെ ഇപ്പൊ നിറച്ചതാട്ടോ. ഇനി എനിക്ക് ഇത്രയും സ്റ്റോക്ക് ആണ് എപ്പോഴും എടുത്തിട്ടേ ഞാൻ ഇതൊക്കെ എങ്ങോട്ടാ? ഇവിടെ ഫ്രിഡ്ജിനുള്ള സ്പേസ്. മസാല ഇടാൻ ഞാൻ വലിയ വലിയ കുപ്പികളൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു കുപ്പികളാണ്. മുളക് പൊടി ഇതൊക്കെ അവര് കണ്ടിട്ടുണ്ടാവും നമ്മളെ നേരത്തെ വീഡിയോയിൽ. പക്ഷെ ഇത്രയും വിസിബിൾ ആയിട്ട് അവർ കണ്ട്
വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചാണ്. കാരണം ഇത് ഭയങ്കര സ്റ്റോറേജ് ഉണ്ട്. ഇത്രയും ഇതുണ്ട്. ഈ ഒരു സ്പേസിൽ നമുക്ക് എത്ര പൊടികൾ വെക്കാം. പൊടികൾ മാത്രമല്ല, ജീരകം, കടുക്, അങ്ങനെ എല്ലാം വെക്കാം നമുക്ക്. അടുക്കള തന്നെ നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ അതവിടെ എഗ്ഗൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ കിച്ചൺ യൂസിനുള്ള പ്ലേറ്റ്സ് തുടക്കാനുള്ളത്, കൈ തുടക്കാനുള്ളത്, അങ്ങനത്തെ ടർക്കീസൊക്കെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. കിച്ചണിൽ ഓരോ സെപ്പറേറ്റ് സാധനങ്ങൾ വിവരിക്കുന്നത് നമുക്ക് തീരില്ല. കിച്ചൺ ടൂർ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണം സെപ്പറേറ്റ് ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടുത്ത റൂം പിന്നെ കേറി വരുന്നോണ്ട് ഇല്ല. പിന്നെ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട് കേട്ടോ, അത് പറഞ്ഞില്ല നമ്മള്. ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്, അടിപൊളി വാഷ്റൂമാണ്. വാഷ്റൂം നമുക്ക് ആവശ്യമില്ലായിരുന്നു, എന്നാലും അത് വെച്ച് കുറെ ആളുണ്ടെങ്കിൽ എല്ലാരും പോയി ഇപ്പൊ ഒപ്പരം മൂന്ന് കുളിക്കണമെങ്കിൽ തിരക്കിട്ടൊക്കെ ഒപ്പരം കുളിച്ചു പോണെങ്കിൽ. അപ്പൊ ഇനി ലേറ്റ് വേണം. തുറക്കല്ലേ തുറക്കാനായോ? അങ്ങനെ ഞങ്ങൾ തുറക്കുകയാണ്. യെസ്, വാവ്, ഇതാണ് മാളുവിന്റെ സംഭവം. നമ്മുടെയൊക്കെ ചെറുപ്പകാലം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഷീ ഈസ് വെരി ലക്കി എന്നാണ് എനിക്കും മുടിക്കും തോന്നുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. ഇത്രയൊക്കെ കളിസാക്കുന്നുണ്ടെങ്കിൽ ഞാനൊക്കെ അന്ന്. പക്ഷെ വീഡിയോ കാണുന്നവര് പറയും ഇതൊക്കെ ആർഭാടാണെന്ന്. പക്ഷെ പറയുന്നവര് പറഞ്ഞോട്ടെ, ഇവള് ജനിച്ചപ്പോ തൊട്ട് ഇവക്ക് കിട്ടിയ സാധനങ്ങൾ. പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ ഗ്രാൻഡ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എല്ലാരും ഗിഫ്റ്റ് കൊടുത്ത് അതെല്ലാം ഇപ്പോഴും ഉണ്ട്. അവള് സൂക്ഷിക്കുന്നുണ്ട് ഗൈസ്, നമ്മളെപ്പോഴും വാങ്ങിക്കൊടുക്കുന്നതല്ല, അത് മനസ്സിലാക്കണം. കുട്ടികൾക്ക് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന, പിന്നെ നമ്മൾ വാങ്ങുന്നതും ഉണ്ട്, നമ്മൾ അത്യാവശ്യം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവളെല്ലാം സൂക്ഷിച്ച് വെക്കുന്നത്. അവൾ അങ്ങനെയാണ്. അത് ഷാനു അങ്ങനെ തന്നെ കേട്ടോ, ഞാൻ അങ്ങനെയല്ല. പക്ഷെ ഷാനുവിന് അതേ ക്യാരക്ടറാണ് മാളുവിന് കിട്ടിയുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഈ ചെറിയ എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും അത് എടുത്തു വെക്കും. അത് യെസ്, ഇത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താ ചെരുപ്പ് വരെ ഉണ്ട്. നമ്മള് വിശദീകരിച്ച വേഗം. ഇതിങ്ങനെ പറയണം. ഇതിന്റെ ഉള്ളിൽ കയറുമ്പോ നമ്മൾ ഈ ചെരുപ്പിടണം. അതെ, ഇല്ലാതെ അവള് കേറ്റൂലെന്ന് പറഞ്ഞേ. ഇവിടെ എന്റെ ബാഗ്, ഡോക്ടേഴ്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഹാരി പോട്ടറിന്റെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് എന്റെ വീട്. ഇതിന്റെ ഉള്ളിലാണ് ഞാൻ ജീവിക്കേ. വെറുതെ പറയാ, ഞങ്ങളാരും ഇല്ല ഇങ്ങോട്ട് വരില്ല. അതെ, പേടിച്ചിട്ട്. ഇതിന്റെ ഉള്ളിലൊരു ഫോൺ ഉണ്ട്, പിന്നെ 2 അംബ്രല്ല, മൈ ബേബീസ്, മൈ പെറ്റ്സ് ഇതേതാ മാളു? ഇതാരാ? ഒക്കെ ഉണ്ട്. എല്ലാരും ഉണ്ടല്ലോ. ഒരാള് ഓ മൈ ഗോഡ്, ഇതാരാ മാളു? ഹൗസും കുഞ്ഞിപ്പിച്ചന് മിസ് ചെയ്യുമ്പോ ഇതെടുക്കും അല്ലേ മാളു? അപ്പോന് അവിടെ സ്പെഷ്യൽ അല്ലേ? അപ്പോ ഇവിടെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. നിനക്കുണ്ടോ പ്ലാന്റ്സ്? അടിച്ചു മാറ്റി. പള്ളിപ്പെരുന്നാളിന് പോയതല്ലോ ഉണ്ടല്ലോ മാളു. ഓക്കെ, കറണ്ട് ബില്ല് കൂടും, ഓഫ് ചെയ്തു. അല്ലെങ്കിൽ ബില്ല് അടക്കേണ്ടി വരും. അതെ, കറണ്ട് ബില്ല് കൂടിയാ നീ അടക്കണം കേട്ടോ മാളു. ഇതാണ് എന്റെ കിച്ചൺ ഏരിയ. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏരിയ ഈ സ്ഥലമാണ്. അതിന്റെ ഉള്ളിൽ ഒരാൾ ഇരിക്കുന്നുണ്ടല്ലോ. നമ്മള് ഈ വീട്ടിലേക്ക് വന്നപ്പോ ഈ ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഇവള് പറയുന്നുണ്ട് ആ വീഡിയോയിൽ തന്നെ, ഭയങ്കര ഇഷ്ടമായി ഇവക്ക് ആ ഒരു ഗ്യാപ്പ് കണ്ടോ മൂവി. അത് എന്തോ മാളൂസിന് കളിക്കാനുള്ള റൂമിന് വേണ്ടി സെറ്റ് ചെയ്ത പോലെ അവർക്ക് സ്റ്റോറേജ്. അവർക്ക് ഫസ്റ്റ് വന്നപ്പോ തന്നെ ഈ വീട് ഇഷ്ടപ്പെട്ടു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റൂം അവർക്ക് വേണമെന്ന് അവള് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഇവൾക്ക് ഓൾറെഡി ഉള്ള സാധനങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ ടോയ് റൂം മേക്ക് ഓവർ ഒക്കെ നടത്താം. പക്ഷെ നമുക്ക് നോക്കാം, ഇപ്പൊ എന്തായാലും അങ്ങനെയൊന്നും ഇല്ല. ഇതൊരു ബെഡ്റൂമാണ് ഗൈസ്. അതെ, സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. പറയും. കിച്ചൺ സെറ്റ് ഓൾറെഡി കണ്ടതാണ് പണ്ട്. ഇത് ടോയ്ലറ്റ് ഉണ്ടാവും. ടോയ്ലറ്റാണ് മെയിൻ. വാഷിംഗ് മെഷീൻ ഉണ്ട്, ബാത്റൂം ഉണ്ട്, പിന്നെ സ്റ്റോർ റൂം ഉണ്ട്. അവിടെ എല്ലാം കുറെ അല്ലറ ചില്ലറേ. പിന്നെ ഇവിടെ ഒരു കബോർഡ് ഉണ്ട്, അതിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ തന്നെ, എല്ലാത്തിലുള്ള സാധനങ്ങൾ. പിന്നെ ലാപ്ടോപ്പ്, മാളൂന് പഠിക്കാനുള്ള ക്ലാസ്. അല്ല മോളെ, ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ക്ലാസ് ഉണ്ട്, ഇരുന്നു. പക്ഷെ ആ ക്ലാസ് അവർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അങ്ങനെ തുള്ളി ചാടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതെ, ക്ലാസ് എന്ന് പറഞ്ഞപ്പോ നാളെ ആലോചിച്ചിട്ടുണ്ട്. ലാപ്പ് കണ്ടപ്പോ ഞാനും ആലോചിച്ച ക്ലാസ് ഉണ്ടല്ലോ. ഇവിടെ ഫ്രോസൺ സെറ്റ് ഉണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സ്കൂൾ ബാഗ്, സ്കേറ്റിംഗ് ഷൂ, പിന്നെ സ്കേറ്റിംഗ് ബാഗ്, എന്റെ മീനിന്റെ ട്രാവലിംഗ് ബോട്ടിൽ.
എപ്പോഴെങ്കിലും പോകുമ്പോ നമ്മൾ അതിലിട്ട് കൊണ്ടുപോകും. യെസ്, ഒറ്റക്കാക്കിട്ട് പോകില്ല എന്നാ എന്നാ പറഞ്ഞത്. ക്ലാസ് അറ്റൻഡ് ചെയ്യാനിരുന്നോ? ഈ വെക്കേഷൻ ടൈമിലും എന്ത് ക്ലാസ്സാണ് മാളൂട്ടി അറ്റൻഡ് ചെയ്യുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. വെക്കേഷൻ ആയതുകൊണ്ട് ഫുൾ ടൈം കളിക്കുക അല്ലെങ്കിൽ കാർട്ടൂൺ കാണുക, ഇത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരുടെയും പരിപാടി. ഇതൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോഴേക്കും ലാസ്റ്റ് ഇയറിൽ പഠിച്ചതൊക്കെ പിന്നെയും പഠിപ്പിച്ച് തുടങ്ങേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എന്ന് കരുതിയിട്ട് ഈ വെക്കേഷനിൽ ഫുള്ളിരുത്തി പഠിപ്പിക്കാനൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈസി ആയിട്ട് പഠിക്കാനായിട്ടാണ് ഇൻ്റർവൽ ലേണിങ്ങിൻ്റെ ഇൻഡിവിജ്വൽ ട്യൂഷന് മാളൂട്ടീനെ ചേർത്തിട്ടുള്ളത്. വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്യൂട്ടേഴ്സാണ് ഇതിലുള്ളത്. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ ഇവർ ക്ലാസ് എടുത്തു തരും. സ്കൂളിലുള്ളതിനേക്കാളും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സാംസും പാരൻസ് മീറ്റിംഗും ഒക്കെ ഇതിലും ഉണ്ട്. ഈ കോഴ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. നമ്മൾ എൻക്വയറി ചെയ്യുമ്പോൾ തന്നെ അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാകും. അതിലൂടെ ഓരോ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്തിട്ട് കുട്ടികളുടെ വീക്ക് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അവർക്ക് അതിനനുസരിച്ചുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഫൗണ്ടേഷനിൽ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ മാളൂട്ടി ജോയിൻ ചെയ്ത പോലെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്യൂഷൻ ഓറിയന്റഡ് ക്ലാസ് ആയിട്ടുള്ള ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാം. 3 to 7 years വരെയുള്ള കുട്ടികൾക്ക് ലിറ്റിൽ ജീനി എന്ന് പറയുന്ന കോഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1st to 12th വരെയുള്ള കുട്ടികൾക്കാണ് ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിജിറ്റൽ ടൂൾസ്, ഡിജിറ്റൽ ലൈബ്രറി, വർക്ക് ഷീറ്റ്സ് ആൻഡ് ക്വസ്റ്റ്യൻ ബാങ്ക്, പ്രീ അസസ്മെന്റ് ആൻഡ് പോസ്റ്റ് അസസ്മെന്റ്, ഇതെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റഡീസിനേക്കാൾ ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിനാണ്. ഗെയിംസ് ആൻഡ് എൻഗേജിങ് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് ചുമ്മാ ഇരുന്ന് പഠിക്കുകയാണെന്ന് മാത്രമുള്ള ഒരു തോന്നൽ വരില്ല. അതാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ മാളൂട്ടി ഇത്രയും ഇൻട്രസ്റ്റ് കാണിച്ച് വന്നത്. സോ നിങ്ങൾക്ക് ഇവരുടെ ഡീറ്റെയിൽസോ കോൺടാക്ട് നമ്പറോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. എന്താ അവള് കഴിഞ്ഞോ? കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ എനിക്ക് മമ്മന്റെ റൂം കാണാൻ പോവാ. അതെ, മമ്മന്റെ റൂം കാണായിട്ടാണ്. കാണണം കാണണം കാണണം. നിങ്ങക്ക് എനിക്കല്ല, ഞാൻ കണ്ടതാ ഓൾറെഡി. ചെരുപ്പ്. അയ്യോ, അവിടെ കൊണ്ടുപോയിക്കോ ആള്. യെസ് കം ഓൺ. ഞാൻ തുറക്കാം, മുബിക്ക കേറിക്കോട്ടോ. യെസ് യെസ് ഗായ്സ്, ഇതാണ് അപ്പോ ഞങ്ങളുടെ റൂം. എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ഇതാണെന്ന് പറയാം. പക്ഷെ എനിക്ക് ഹാളും ആ സോഫേന്റെ ഏരിയയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇതും ഭയങ്കര ഇഷ്ടമാണ്. Come on guys. എങ്ങനെയുണ്ട്? നൈസ്. ഇവിടെ പാടാ ഇതൊക്കെ. ഇതാണ് എൻ്റെ ഒരു സ്പെഷ്യൽ ഫേവറേറ്റ് കോർണർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് മിററിൻ്റെ ഒരു ഏരിയ വേണം ബെഡ്റൂമിൽ നിന്ന്. അങ്ങനെ അധികം സെറ്റ് ചെയ്തതാണ്. ഇവിടെ ഞാനൊരു മാറ്റ് കൊടുത്തിട്ടുണ്ട്, അതിന് മാച്ച് ചെയ്തിട്ട്. പിന്നെ ഒരു ടീപ്പോയി ഉണ്ട്. അവിടെ ഞാനൊരു റോസ് ഫ്ലവറിൻ്റെ ഫ്ലവേഴ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സെൻറ്റഡ് ക്യാൻഡിൽ ഉണ്ട്, ഒരെണ്ണം ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. പിന്നെ മാളൂസിൻ്റെ ഒരു ഗിറ്റാർ ഉണ്ടായിരുന്നു, അതും ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കോർണറിൽ ഞാനൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ഞങ്ങൾ ഹാൻഡ് ബാഗ്സ് ഫുൾ അവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ വെഡിങ്ങിൻ്റെ ബാഗാണ് ഏറ്റവും ഫസ്റ്റ് വെച്ചിട്ടുള്ളത്. പല പല ഫംഗ്ഷൻസിനൊക്കെ പോയിട്ട് ഇതിപ്പോൾ മുതലാക്കുന്നുണ്ട്. പിന്നെ അന്ന് കല്യാണത്തിന് ഉപയോഗിച്ചില്ലെങ്കിലും പിന്നെ ഇത് നമ്മൾ എവിടെയോ ടൂർ പോയപ്പോ വാങ്ങിച്ചത്. എനിക്ക് മാളൂന് എവിടെയായിരുന്നു അതിരപ്പള്ളി പോയപ്പോ വാങ്ങിയിട്ട് തോന്നുന്നുണ്ട്. ഇത് എനിക്ക് മാളൂന് പിന്നെ ഇത് മാളൂസിന്റെ ബാഗ്സ് ആട്ടോ. ബാഗ് മാത്രം എടുത്താലും മതി. ഇത് മാളൂസിന്റെ ബാഗ്സ് ആണ്. പിന്നെ ഇത് എന്റെ ബാഗാണ്, ഇതും എന്റെ ബാഗാണ്. ബാഗ് സ്റ്റാൻഡ് അങ്ങനെ നിറഞ്ഞു. ഇനി നമുക്ക് എന്താ, ഇവിടെ 3 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് വാഷ്റൂം കേട്ടോ ഗൈസ്. നല്ല മാറ്റ്. മാളൂന് ഭയങ്കര ഇഷ്ടമായി ഈ മാറ്റ്. ലാളോ പിന്നെ 3 ടീംസ് ഇരിക്കുന്നുണ്ട്. അവരുടെ പകുതി ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഹാളിൽ കണ്ടതിന്റെ പകുതി ഇതാ ഇവിടെ. പിന്നെ ഇവിടെ ഈ ചെടിയിലുള്ള ഇവിടെ ഉണ്ടല്ലേ പ്ലാന്റ്. ഇവിടെ ഫുള്ള് ചെടിയാണ് ഗൈസ്. പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ വൈറ്റ് സ്റ്റോൺസ് ആണ്. അപ്പം ഗ്രീനും ബ്ലാക്ക് ഒക്കെ ആയിട്ട് ഞാനും മാളവും കൂടെ കുത്തിയിരുന്ന് പെയിന്റ് ചെയ്തിട്ടതാണിത്. പക്ഷെ പ്ലാന്റ് വരുമ്പോ നല്ല രസമില്ലേ? പിന്നെ അതെ അതെ, നല്ല ഭംഗിയുണ്ട്. ഫീലിംഗ് ഉണ്ട്. എന്റെ അൽമറ. നിന്റെ അൽമറ. മുഖം തുടയ്ക്കാനുള്ള ചാക്കിയാണ് ഞാൻ ഇവിടെ ഇട്ടത്. ഇത് എന്റെ ടർക്കി ലൈറ്റ് കളർ, ഡാർക്ക് മമ്മന്റെ ടർക്കി. അപ്പൊ എനിക്കോ? അപ്പകില്ല. അപ്പൊ നമുക്ക് ഒന്ന് തന്നെ. അതെ, ഞങ്ങൾക്ക് പിന്നെ ഒന്നായി. ഇതല്ലേ കുട്ടാ? അതെ അതെ. ഇതൊക്കെ എന്റെ ഹലോ കിറ്റി. യെസ്. കബോർഡ് തുറക്കണോ? കബോർഡ് തുറക്കണം. ആ ഇത് എത്തൂല. ഞാൻ തുറക്കാൻ പറഞ്ഞിട്ട് എത്തണ്ടേ? ഇത് ഹെയർ ആക്സസറീസ് ആണ്. കണ്ട, ഇതിനൊരു കള്ളി വേണം. ആളുണ്ട് ഹെയറിൽ ഇടുന്ന എല്ലാം, മുടി ഉണക്കണേ, മുടിയിൽ കെട്ടുന്ന അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. പിന്നെ ഇത് മാളുന്റെ പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സുകള്. ഓ, അതൊക്കെ അറിയാം മാളൂട്ടി. ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരണം. അതിന്റെ ഉള്ളിൽ കയറി നടക്കതിന്. ആ ബെൽറ്റ്. എന്നെ പോലെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു തരാൻ ഭയങ്കര അതിന് ആൾക്കാർ തല്ലും നിന്നെ, കമന്റിൽ ചീത്ത വിളിക്കൂ കേട്ടോ. അപ്പോൾ ഇനി എന്താ കാണിക്കാനുള്ള ഷാനു? തുറന്നിട്ടല്ല, അടിയിലേയും കൂടെ തുറന്നു വന്നു. അയ്യോ, നിങ്ങൾ കേട്ടോ? അതെന്താ മടക്കി വെക്കാത്ത ആളു? ഇത് മടക്കണ്ട, കൊട്ടയിലിട്ട് വെക്കാം. അതെ, എടുത്ത് മടക്കി ഇങ്ങോട്ട് കയറ്റി വെക്കാന്.
കടക്കാനിട്ടാ. പിന്നെ ഇത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ ഒരു സാധനത്തിൽ ഇങ്ങനെ ഷോളുകളിട്ട് കാണുന്നുണ്ടോ? എന്റെ ഷാളുകളൊക്കെ വെച്ചിട്ടുള്ളത് നൈസല്ല. ഇങ്ങനെ ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇഷ്ടമുള്ള അങ്ങോട്ട് വലിച്ചാ മതി. മുബിക്കാക്കന്റെ ഞാൻ മടക്കി വെച്ച എങ്ങനെയുണ്ട് ഗൈസ്? പിന്നെ ഇത് ഞങ്ങളെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ്, പെർഫ്യൂംസ്, അത്തർ. ഞങ്ങളെയോ? അതെ, എന്റെ അല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ ഗൈസ്? അയ്യോ, അത് ഡ്രസ്സുകൾ. ഈ കൊട്ടയും ചട്ടിയൊന്നും നോക്കണ്ട കേട്ടോ. അപ്പൊ ഡ്രസ്സുകളുണ്ട്, എല്ലാം ഉണ്ട്. എന്താ നല്ല വൃത്തിയിൽ ഇതൊക്കെ ഞാൻ മടക്കി വെക്കണാണ് ഗൈസ്. പിന്നെ ഇതിലും ഉണ്ട് കുറെ സാധനങ്ങൾ. എത്ര കബോർഡ് വാങ്ങിയിട്ട് തികയുന്നില്ല. ഇനിയും നമുക്ക് ഇവക്ക് ആകെ തികയാത്ത സാധനം അതാ ബ്രഷ് ഒക്കെ. പുറത്ത് പോകുമ്പോ ഡ്രസ് ഇടാൻ നോക്കിയാൽ ഒന്നും കാണില്ല. അതെ, പിന്നെ ഞങ്ങളെ കട്ടില്, മാളുവിന്റെ തലയണ. മാളിന്റെ തലയണ നൈസല്ലേ? മാനം കുട്ടിയുണ്ട്. നല്ല സുഖമായിട്ട് കിടക്കാൻ മറ്റേ മെറ്റീരിയൽ ഇതാണ്. മറ്റേ ഇങ്ങനെ പറയില്ലേ, എന്താ മുടിയൊക്കെ ചൂടത്താണ് ഗൈസ്. ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ നല്ലതാന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ ആണ്. തന്നെ നല്ല 3D പോലെ ഉണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. എന്താ പിന്നെ ഇവിടെ മമ്മന്റെ ഒരു കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞങ്ങൾ കിടന്നു മുമ്പ് പറയും ഇതിൽ കിടക്കരുത്. അതെ, അത് കാണാൻ വേണ്ടിയില്ല, കിടക്കാനല്ല. ഇതൊക്കെ ഇത് നമ്മള് പണ്ട് ഉണ്ടായിരുന്നതാണ്. മുടിക്കാരി ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നെ. അത് ഞാൻ വെറുതെ ഇങ്ങനെ ഇവിടെ വെച്ച്. നാശമായിട്ടുണ്ട്, തൊട്ടാ താഴെ വീഴും. പക്ഷെ അതാരാന്ന് അറിയോ നിങ്ങൾക്ക് ഗൈസ്? കമന്റ് എടുത്തോളൂ. നടുവില് പിന്നെ അറിയോ നിങ്ങക്ക്? അതെ, അതാണ് ഞങ്ങളെ സ്വത്തുമ്മ. അതാ ഞങ്ങളെ സ്വത്തുമ്മ. അപ്പം ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ടിഷ്യൂ ബോക്സ് ഇത് നല്ല മാച്ച് ഉണ്ട്, കണ്ടോ? ഈ വേസ്റ്റ് ബിന്നും ടിഷ്യൂ ബോക്സും. വേസ്റ്റ് ബിൻ തുറക്കുന്നത് യെസ്, വേസ്റ്റ് ബിന്നിൽ വേസ്റ്റ് ഉണ്ടാവും, ടിഷ്യൂസ് ഉണ്ടാവും. അതൊക്കെ ഇടാൻ. പിന്നെ അപ്പം ഈ ഒരു ഇതിങ്ങനെ മാച്ച് ചെയ്ത് ഞാനിങ്ങനെ. പിന്നെ ഓവറോൾ ഞാൻ റൂം ഒന്ന് മൊത്തത്തിൽ കാണിച്ചു തരാം. പിന്നെ എന്താ മുസല്ലയൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ഈ അലമറേൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഞങ്ങളെ രണ്ടുപേരുടെയും പിങ്ക് മുസല്ല. മൾസിൻ്റെ പേർപ്പിൾ ആണെന്ന് തോന്നുന്നു. ഓവറോൾ ഞാൻ റൂം, ബെഡ്റൂം ഞാൻ നന്നായിട്ടൊന്ന് കാണിച്ചു തരാം ഫുള്ള് നിങ്ങൾക്ക്. നോക്ക് ഗൈസ്, ഇതെങ്ങനെയുണ്ട് ഗൈസ് റൂം? ഇതാണ് ഞങ്ങളെ ഫുള്ള്. ഇത് AC മസ്റ്റാണ്. AC ഞങ്ങൾ പറഞ്ഞില്ല, AC ഇല്ലാതെ നിൽക്കല നടക്കൂല ഗൈസ്. യെസ്. അപ്പൊ ഇനി എന്താണ് പറയാനുള്ളത്? ഇനി എന്താ പറയാനുള്ളത്? ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഹോം ടൂർ കണ്ടില്ലേ? സന്തോഷമായില്ലേ? അപ്പൊ നമ്മളെ ഹോം ടൂർ നിങ്ങൾ അത്രയും എന്നോട് ഹോം ടൂർ എവിടെയെന്ന് വെച്ചിട്ട് ഞാൻ അത്രയും നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടതാണ് ഈ ഒരു വീഡിയോ. അപ്പൊ ഒരുപാട് സമയം എടുത്ത് അത്രയും സൂക്ഷ്മമായി നോക്കി ഞാൻ ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്തതാണ് ഇതെല്ലാം. ഇതൊക്കെ അവളെന്നെ ചെയ്തോ. ഈ ഒരു ടീം, കളർ ടീം ഫുള്ള് കളറൊക്കെ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള സഹായിച്ചിട്ടുണ്ട് എല്ലാരും. മാളൂട്ടിയൊക്കെ നന്നായിട്ട് പണിത്. അതെ. അപ്പം പിന്നെ അവരോട് ഞാൻ സജഷൻസ് ഒക്കെ ചോദിക്കും, ഇഷ്ടങ്ങൾ ചോദിക്കും, ഓരോന്ന് ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട്. പക്ഷെ എന്നാലും ഒരുപാട് ട്രൈ ചെയ്ത് ഇങ്ങനെ ഓരോന്ന് നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിച്ച് സെറ്റ് ചെയ്ത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ഞാൻ അത്രയും എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്, അങ്ങനെയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ പറയണം. പിന്നെ മാളുവിന്റെ പേരിനുള്ള പേര് ഓൾറെഡി കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണാൻ വെയിറ്റിംഗ് ആണ്. എനിക്ക് കാണണം, ഇത് കണ്ടിട്ടുള്ള എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ. അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ ബൈ. ഇത് മൊത്തത്തിൽ ഒന്നുകൂടെ ഒന്ന് കാണിച്ചുതരാം, ഞങ്ങളൊന്നും നിൽക്കാതെ. എന്റെ റൂമിൽ നിന്ന് രാത്രി ലൈറ്റ് ആയിട്ടുള്ള വ്യൂ കാണിച്ചാ. വാവ്, രാത്രിയാണ് രസം അല്ലേ? ഇത് ഭയങ്കര രാത്രിയായിട്ടില്ല കണ്ടോ, പക്ഷെ എന്നാലും നല്ല രസമുണ്ട്. ലൈറ്റ് ഓഫ് ആക്കുമ്പോഴാ രസം. എനിക്ക് ഇഷ്ടമായി. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഞാൻ കളിക്കാൻ വരാട്ടെ ഇവിടെ. അത് ഓഫ് ആക്കി നാശാവത്. എനിക്കിഷ്ടമായി. യെസ്, ഈ നിലത്ത് കാണുന്നവർക്ക് ലൈറ്റിന് നല്ല രസമുണ്ട്. ഗൈസ്, റൂമിൻ്റെ നൈറ്റ് വ്യൂ കൂടെ ഞാൻ കാണിച്ചു തരാമെന്ന് കരുതി. ഈ ഒരു കളറല്ല ഞാൻ വിചാരിച്ചത്, കാരണം ഈ ഒരു യെല്ലോ കളർ ഉണ്ടല്ലോ, ഈ യെല്ലോ കളർ ലൈറ്റ് മാത്രമാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് പക്ഷേ മിക്സഡ് കളറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് മാറ്റിയിട്ട് യെല്ലോ കളർ ആക്കും ഞാനിപ്പോൾ. ഞാൻ തൽക്കാലം ചുമ്മാ വെച്ചതാണെന്ന് കാണിച്ചു തരാൻ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സെൻറ്റഡ് ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ അതിന്.
അപ്പം നൈസായിട്ടില്ലേ? ആ യെല്ലോ ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഇപ്പോൾ ലൈറ്റ് വെച്ചതാണ്. പക്ഷെ മെഴുകുതിരി മാത്രം ഉള്ളപ്പോഴും നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഇനി ലൈറ്റ് ഇല്ലാതെ നമുക്ക് നോക്കാം. ഇതും എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം ആ മെഴുകുതിരി മാത്രമാണെങ്കിലും നല്ല രസമുണ്ട്, ഒരു വാം ലൈറ്റ്. ഇനി ലൈറ്റ് ഇട്ടിട്ടാണ് വെക്കുന്നതെങ്കിലും ഈ ക്യാൻഡിൽ കാണാൻ ഭയങ്കര രസമാണ്. ഈ ഒരു പ്രിൻ്റൊക്കെ നമ്മൾ ടേബിൾ മാറ്റ് ആയിട്ട് നല്ല മാച്ച് ഉണ്ട് തോന്നുന്നു. നമുക്ക് അവിടെ കൊണ്ടുപോയി വെച്ച് നോക്കാം. ഗൈസ്, ഇത് ടേബിളിൻ്റെ അടുത്ത് വെച്ചിട്ടും നൈസായിട്ടുണ്ടല്ലേ. ആ ഒരു പ്രിൻ്റ് നല്ല മാച്ച് ചെയ്യുന്നുണ്ട്. സോ നൈസ്.